കുളിച്ചൊരുങ്ങണ്ടേ? എല്ലാരും പുറപ്പെടാൻ നിക്ക. വാ. നരേന്ദ്രനൊരു ട്വിൻ ബ്രദർ ഉള്ള കാര്യം നന്ദയ്ക്ക് അറിയില്ലായിരുന്നു. എനിക്കൊക്കെ അയാളുടെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു പറയരുതെന്ന്. ഒരു സസ്പെൻസ് ആയി കീപ്പ് ചെയ്യാൻ. ഇങ്ങനെ ഐഡന്റിക്കലായ ഒരാളുണ്ടാവുമ്പോ നന്ദയ്ക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആവും. എന്തിനാ, നമുക്ക് പോലും ഒരു നിമിഷം. പോയി വരൂ മോളെ. നന്ദ കാ. ഉണ്ണി എന്താ ഇവിടെ വന്ന് കിടക്കണേ? വല്യമ്മാവനവിടെ അന്വേഷിക്കണ്ടായിരുന്നു. എന്താ വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല, അമ്മയ്ക്കൊരു നെഞ്ചരിച്ചല് പോലെ വന്നു. ഞാൻ കൃഷ്ണവൈദ്യരെ കണ്ട് വിവരം പറഞ്ഞു. ഒറ്റ ഗുളികയിൽ ആശ്വാസമായിപ്പോയി. വായുവിന്റെ ആണേ. മനസ്താപം കൂടുമ്പോ വായു കയറുന്ന. ഡോക്ടറെ കൊണ്ടുവരണോ? ഏയ്, എന്തിനാ? അത് വന്ന പോലെ പോയില്ലോ. ഓ, എന്താ വിങ്ങല്. ഒരു നല്ല മഴ കിട്ടിയിരുന്നെങ്കിൽ. എന്നാലും ഉള്ളിലെ വിങ്ങല് മാറുമെന്നാണ് വരെ. വീട്ടിലിരിക്കാൻ വയ്യ, അതാ ഇറങ്ങി നടന്നത്. മനസ്സിലിപ്പോഴും തികട്ടി വരിക നന്ദയുടെ മുഖം. പറയല്ലേ എന്റെ കുട്ടിയെ. നെഞ്ച് കലങ്ങിപ്പോയി ആ കുട്ടിയെ കണ്ടപ്പോ. ആരുടെ സങ്കടം അത്ര വരില്ല. അതിന് പോയതൊരു ജീവിതല്ലേ. അവസാനായിട്ട് വന്നപ്പോ ശ്രദ്ധിച്ചിരുന്നില്ലേ? നിലത്തൊന്നും ആയിരുന്നില്ല ആള്. പതിവില്ലാതെ എന്നെയും വിളിച്ച് ഭഗവതിയുടെ അമ്പലത്തിൽ പോയി നേർച്ചയും വഴിപാടൊക്കെ ധാരാളം നടത്തുകയുണ്ടായി. ഉവ്, ഇരട്ട സൂര്യന്മാരെ പോലെ രണ്ട് ആൺമക്കള്. ഏത് മൂർത്തിക്കാണാവോ അമ്മയോട് അസൂയ തോന്നിയത്? രണ്ടിലൊരാളുടെ ജീവൻ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ എന്റേതങ്ങ് എടുക്കായിരുന്നില്ലേ? ദീപം കൊണ്ടുവരുമ്പോ ഒന്ന് പറഞ്ഞുകൂടെ കുട്ടി? പടിഞ്ഞാറുന്നായല്ലോ. ഇത്ര കാലമായിട്ട് അറിഞ്ഞൂടാ നിനക്ക്? കണ്ടില്ലായിരുന്നു മുറ്റത്തുള്ളത്. എന്ത് കണ്ടില്ലായിരുന്നു? പോഴത്തരം കാണിക്കുകയും ചെയ്തിട്ട് കാവലെതിരി വെച്ചോ? വെക്കാൻ പോവാണ്. ഇരുട്ടാവാൻ നിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഉവ്വ്. എന്തെങ്കിലും അനർത്ഥം തിസന്തിക്ക് ഉണ്ടാക്കി ഇറങ്ങും. മിഴിച്ചു നിൽക്കാണ്ട് ചെല്ലു കുട്ടി. താനെവിടെ പോയിരുന്നോ? വെറുതെ ഒന്ന് പുറത്തിറങ്ങി. ഇരുട്ടയച്ച എന്തെങ്കിലും വെളിച്ചം കൈ കരുതണോടോ. ഉഷ്ണസഞ്ചാരം കിട്ടി എഴജന്തുക്കൾ ഇറങ്ങുന്ന സമയാ. ആരോട് പറയാൻ? കണ്ണും പൂട്ടിയുള്ള നടപ്പല്ലേ എല്ലാരും. ഒരു കാര്യത്തിലില്ലല്ലോ സൂക്ഷ്മത. ആ നാണു അവിടെ പാടത്ത് പോയിരിക്കുക വെള്ളം തുറന്നുവിടെ. അയാളുടെ ആവശ്യം വരുമല്ലോ. പടിഞ്ഞാറുന്ന് ആരോ പുറപ്പെട്ടിരിക്കണോ? ലക്ഷണം കാണുന്നുണ്ട്. എന്താ ഉണ്ണി, ആര് വരുന്ന വല്യേട്ടൻ പറഞ്ഞേ? ലക്ഷണം ഉണ്ടത്രേ. പടിഞ്ഞാറ് നേരം വിഷം തിന്നിട്ട് വരണുണ്ടെന്ന്. ഈശ്വര, സമയം തെറ്റിനും മുമ്പ് എത്തിക്കാൻ പറ്റണേ. ചെറിയമ്മ കിടന്നോ? ഉവ്വ്. ആ കല്യാണി ഉറങ്ങിയിട്ടില്ല. ഇടയ്ക്കെങ്ങാൻ എണീറ്റ് ഞാൻ കിടക്കണടത്തില്ലാന്ന് കണ്ട. എന്താ ഉണ്ണേട്ടാ? ഒന്നുമില്ല മോളെ. ഉള്ളിലെ ഭാരം ഒന്ന് കരഞ്ഞു തീർക്കാൻ കൂടെ കഴിയണില്ലല്ലോ. എല്ലാവർക്കും ധൈര്യം കൊടുത്ത് താങ്ങി നിർത്തിയ ഉണ്ണിയേട്ടൻ ഇങ്ങനെ തുടങ്ങിയാലോ? ഇപ്പൊ ഉണ്ണിയേട്ടന് എല്ലാവർക്കും ഒരു ആശ്വാസം. ഒരിക്കലും തളരരുത്. അതിരെ ഉണ്ണിയേട്ടൻ അങ്ങനെ വിളിക്കുമ്പോഴാ എനിക്ക് അങ്ങനെ ഒരു പേരുണ്ടെന്നുള്ളത് ഓർമ്മ വരിക.
ബാക്കി എല്ലാവർക്കും കുട്ടിയാണല്ലോ. നിനക്ക് മടുത്താ മോളെ ഈ എച്ചിൽ പാത്രങ്ങൾക്കിടയിലുള്ള ജീവിതം? ഒരിക്കലും ഇല്ല ഉണ്ണിയേട്ടാ. എനിക്കൊരു ജീവിതം തന്നത് ഈ വീടല്ലേ. അമ്മയുടെ സഞ്ചയനം കഴിഞ്ഞ് എല്ലാരും പിരിഞ്ഞു പോയപ്പോ ദ്രവിച്ച് നിലം പറ്റാൻ തുടങ്ങിയ വീടും കണ്ണു കാണാൻ വയ്യാത്ത മുത്തശ്ശിയും വിട്ട് നാണനായരുടെ കൂടെ പടിയിറങ്ങുമ്പോ ഞാനൊന്നും ആശിച്ചിരുന്നില്ല. പക്ഷേ കാത്തിരുന്നത് ഭാഗ്യം തന്നെയാ. ഒരു വേലക്കാരി എന്നുള്ള നിലയ്ക്ക് ആരും കണ്ടിട്ടില്ല. നല്ല വാക്കേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഈ മാണിക്യം, ഇതാ ഇപ്പോഴത്തെ സന്തോഷം. അതുപോലെ പേടിയും. ഇനിയും മാറിയില്ല പേടി? ഇപ്പൊ തന്നെ ആരേലും വന്ന് കണ്ടാ നാളെ നേരം വെളുക്കില്ല. പിന്നെ എന്റെ സ്ഥാനം പടിക്ക് പുറത്താവും. പടിക്ക് പുറത്തുള്ള ലോകത്തേക്ക് നിന്നെ തനിച്ചയക്കോ? വല്യമ്മാവന്റെ മുഖത്ത് നോക്കി ഇതങ്ങ് പറയാൻ ധൈര്യക്കുറവുണ്ട് എന്നുള്ള നേരാ. എന്നാലും അപ്പു ഏറ്റതായിരുന്നു എല്ലാം ശരിയാക്കിക്കൊള്ളാന്ന്. ദൂരെയുള്ള ഏതോ ലോകത്തിരുന്ന് അനുഗ്രഹവും ശക്തിയും തരും. എന്താ തീണ്ടിയത്? കണ്ടു വല്ലവരും? വെള്ളിക്കെട്ടനാ പറഞ്ഞു. ആര് പറഞ്ഞു? വെള്ളിക്കട്ടനോ? കണ്ടവര് പറഞ്ഞു. കണ്ടവരുടെ വാക്കും കേട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്ക. എവിടെ നാട്? കൂറ്റനാട്. അവിടെ ഒന്നും നല്ല ജാതി പാമ്പുകളില്ലല്ലോ. പാണജാതിപ്പെട്ട വല്ലതായിരിക്കും. വല്ല മഞ്ഞച്ചേരിയോ പച്ചിലപ്പാമ്പോ. ആ എത്തിയോ? ഇക്കണ്ട നേരമൊക്കെ എന്തും കാത്തിരിക്കായിരുന്നു. ഇന്നലെ സന്ധ്യക്കല്ലേ തീണ്ടിയത്? ചിലര് ചെറിക്കാട്ട് വൈദ്യരുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ആ. രാത്രി ഒത്തിരി കഴിഞ്ഞിരുന്നു. അപ്പോഴാ വൈദ്യര് പറയണത് നേരത്തോടെ നേരം കഴിഞ്ഞാൽ എന്തെങ്കിലും അറിയാൻ പറ്റുമെന്ന്. പിന്നെ അപ്പൊ തന്നെ എടുത്തു. ഓരോ മുറിവൈദ്യന്മാര് കൈയൊഴിയുമ്പോഴാണല്ലോ ഇവിടുത്തെ കാര്യം ഓർമ്മിക്കുക. ഇവിടെ കടിയേറ്റത്. കീറി ചോര ഒത്തിരി കളഞ്ഞു. വെള്ളിക്കെട്ടൻ അല്ല മറന്നിരിക്കണോ? ആണുവേ, പത്തായപ്പുറത്തേക്ക് കിടത്തിക്കോളൂ. കുറച്ചു നേരം അങ്ങനെ കിടക്കട്ടെ. കണ്ണു തുറക്കുമ്പോ ആ ഗുളിക നിന്നും മരുന്നും കൂടെ കൊടുത്താൽ മതി. ശരി. ഉച്ചയാവില്ല, നടത്തിക്കൊണ്ട് പോവാം. ഓ. ഉണ്ണി അങ്ങാടിയിലേക്കാ? അതെ, കുഴമ്പിന്റെ കാര്യമല്ലേ പറയാൻ പോണേ, മറക്കില്ല. അതല്ല, ഒരു ഇൻലന്റ് വാങ്ങിയിട്ട് വരണം. എന്നിട്ട് നീ തന്നെ വേണമെന്ന് എഴുതാൻ മുത്തശ്ശി പറഞ്ഞുതരാം. ആർക്കാ മുത്തശ്ശി? ബാംഗ്ലൂരെ മോക്ക്. അതിന്റെ വിവരം എന്താണെന്നൊന്ന് അറിയണം. അതിനെ അങ്ങനെ മറക്കാൻ പാടുണ്ടോ നമ്മള്? ശരിയാ, ഞാൻ മറക്കാതെ കൊണ്ടുവരാം. താനെങ്ങടാ? ഒന്ന് രണ്ടുപേരെ കാണണം. ഒന്ന് ബ്ലോക്ക് ഓഫീസിലും കയറണം. പുറത്തിറങ്ങാൻ മനസ്സുണ്ടായിട്ടല്ല, ഞാൻ തന്നെ ചെന്നേ പറ്റൂ. കമ്പിയുണ്ട് ബാംഗ്ലൂരിൽ നിന്ന്. കൺസ്ട്രക്ഷൻ കമ്പനിയുടെ MD തരകൻ അയച്ചിരിക്കുന്നേ. അവിടുത്തെ ലോക്കൽ സ്റ്റേഷനിൽ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ചെന്ന് മൊഴി കൊടുക്കണത്രേ. പേരിനൊരു ഫോർമാലിറ്റി. ആക്സിഡന്റ് ആയിരുന്നുള്ള ഉറപ്പാണ്. നമുക്ക് മറ്റു പരാതിയൊന്നുമില്ല. പിന്നെ നരേന്ദ്രന്റെ കുറെ സാധനങ്ങൾ കിടപ്പുണ്ട്, അതെല്ലാം കൊണ്ടുവരണം. എന്താടോ ചെയ്യാ? താനൊന്ന് പോവോ? ഞാൻ പോവാം. പാല വരെയല്ലേ കഷ്ടി പോയിട്ടുള്ളൂ. അതിനപ്പുറം കിടന്ന കുഴങ്ങോ? രാത്രി വണ്ടിക്ക് പോയാ അവിടെ എത്തുമ്പോ നാളെ രാവിലെ തന്നെ എത്തില്ലേ? വരണ വിവരം തരകനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. പോവാ. അയാൾ സ്റ്റേഷനിൽ എത്തിക്കോളും. എന്നാലേ പുറത്തിറങ്ങേണ്ടു. പരിചയമില്ലാത്ത സ്ഥലല്ലേ? ഞാൻ പറഞ്ഞത് ഉണ്ണി മറക്കണ്ട. നന്ദമോളെ ഒന്ന് കാണണം. അവളുടെ വിലാസം തരകന്റെ ഉണ്ടാവും. ആരും ഇല്ലാത്ത കുട്ടിയല്ലേ, ഒരു തന്തയുള്ളത് ഇല്ലാത്തതിന് തുല്യാന്ന് അവൻ പറഞ്ഞിരുന്നേ. തീവണ്ടി ആഫീസിൽ ഒരു മല്ലയുദ്ധം കഴിഞ്ഞു. സീറ്റ് ഉറപ്പായോ? ഉറപ്പാക്കി. അത് മതി. ആ മാനാട്ടൊരു വിദ്വാൻ അവിടെ ജോലിയിലുണ്ടല്ലോ. പിന്നെ പിന്നെ എന്താണ് നേരെ കയ്യില്? അതൊരു എന്താ അത്? അതെ, തോർത്തുമുണ്ടാ. ആ ചെട്ടിയാരുടെ കട കണ്ടപ്പോ ഒന്ന് വാങ്ങിയതാ. കാണട്ടെ, ഇങ്ങ് തരിക. കാണാൻ മാത്രമൊന്നുമില്ല. അല്ല, നോക്കട്ടോ. ആയ്, കാൽസറായി. എന്താണ് ഒത്തിരി പരിഷ്കാരമൊക്കെ ആവാന്ന് വെച്ചത്?
നാണുകാര് പറഞ്ഞിട്ടാ ഞാൻ നിർബന്ധിച്ചിട്ടൊന്നല്ലേ. കുറച്ചിലല്ലേ ഈ ഒറ്റമുണ്ട് കൊടുത്തോണ്ട് ഓരോ സ്ഥലത്ത് കയറി ചെല്ലാന്ന് പറഞ്ഞാൽ അതും ബാംഗ്ലൂരേ. അതിട്ടുണ്ടോ യാത്ര? ഏയ് അവിടെ ചെന്നിട്ട് ആ അത്താഴം എന്താ വെച്ചാ കഴിക്കാൻ നോക്കുക. പുറപ്പെടണ്ടേ? ആ ഹലോ, ഞാൻ മോഹൻ തരരാ. നരേന്ദ്രന്റെ എവിടുന്നാ? ഉണ്ണി വന്നിട്ടുണ്ടേ. നന്ദയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എപ്പോ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇസ് ഷി ഓൾ റൈറ്റ്? ഓക്കെ ഓക്കെ. തന്നെ കണ്ടപ്പോ ഒരു നിമിഷം നരേന്ദ്രനാണ് മുന്നിലെന്ന് തോന്നി. ഞാൻ ഡോക്ടർ വിമലയെ വിളിച്ചിരുന്നു. നന്ദയെ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുക. എന്താ? ഭക്ഷണം കഴിക്കില്ല. പട്ടിണി കിടന്ന് മരിക്കാനാ തീരുമാനം എന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാ? ഇന്നലെ രാത്രി തൊട്ട് നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. മരുന്നും വേണ്ടെന്നാ വാശി. വിമല ഒരുവിധ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കാന്നാ പറഞ്ഞ്. എനിക്ക് അവിടം വരെ ഒന്ന് പോണല്ലോ. നരൻ, എന്താ മോളെ, ഇത് ഉണ്ണിയല്ലേ? യെസ്, എനിക്കറിയാം. എപ്പോ വന്നു? ഇന്ന് കാലത്ത്. ഇരിക്കൂ. ആ വീട്ടിലെല്ലാവർക്കും സുഖം? ഉവ്വ, അമ്മ നന്നായിരിക്കണു. എന്നോട് വന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. നന്ദയുടെ വിവരങ്ങൾ അറിയാനുള്ള. Thank you. ഈ കിടപ്പ് കണ്ട് പേടിക്കണ്ട, എനിക്കൊന്നുമില്ല. ഈ വിമല വെറുതെ പിടിച്ചു കിടത്തിരിക്ക. ഹസൻ ഭായ് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കൂ ഇവളെ. ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഭക്ഷണോ മരുന്നോ എന്താച്ചാലും ഞാൻ കഴിച്ചോളാം. ഉണ്ണി കൂടി ഒന്ന് പറയൂ. എനിക്ക് ഇന്ന വിശ്വാസമില്ല. ഈ കാണുന്ന സ്മാർട്ട്നെസ് ഒക്കെ വീട്ടിലെത്തുമ്പോ മാറും. അത് പിന്നെ വീട്ടിൽ അടച്ചുമൂടി കിടക്കുന്ന കൊണ്ടാ. ഇന്ന് ഞാൻ പുറത്തു പോവും. കുറെ ദിവസത്തിന് ശേഷം സിറ്റിയിലൊന്ന് കറങ്ങണം. ഉണ്ണിയെ കൂടെ കൂട്ടാം. ബാംഗ്ലൂർ കണ്ടിട്ടില്ലല്ലോ. എന്താ? ആ അങ്ങനെ ആയിക്കോട്ടെ. ഞാനും നരനും നടന്നു പോയ വഴികൾ, എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ട ദിവസങ്ങൾ പുനർജനിക്കുകയാണെന്ന് ഞാൻ മോഹിച്ചു. വെറുതെ ഒരു മോഹം. ഞാൻ അതിനൊരു ശ്രമം നടത്തുകയായിരുന്നു വിമല. ഇല്ല, അതൊരു ഇഡിയസിയാണ്. ഉണ്ണിക്ക് എങ്ങനെ നരനാവാൻ കഴിയും? നോക്കുന്നെന്താ, നീ ഇങ്ങനെ തുടങ്ങിയാൽ എന്താ ചെയ്യാ? നടന്നത് എന്താണെന്ന് ഇനിയെങ്കിലും നീ റിയലൈസ് ചെയ്യണം. നിന്റെ നരേന്ദ്രൻ മരിച്ചു പോയിരിക്കുന്നു. ഇനി ഒരിക്കലും നിനക്ക് അയാളെ തിരിച്ചു കിട്ടില്ല. യെസ്, ഐ നോ. പക്ഷെ എന്തിന് ദൈവം അതേപോലെ ഉണ്ണിയെ സൃഷ്ടിച്ചത്? അല്ലെങ്കിൽ അയാൾ എന്തിനെന്നെ കാണിച്ചു തന്നു? കാണുമ്പോ അറിയാത്തൊരാശ്വാസം, അതിൽ കൂടുതൽ വേദനയും. ആത്മഹത്യയുടെയും ചിത്തഭ്രമത്തിന്റെയും ഇടയിൽ കിടന്ന് ആടുകയാണ് നന്ദയുടെ ജീവിതമെന്ന് ആർക്കാണ് അവളെ രക്ഷിക്കാൻ കഴിയുക? ഞാൻ എന്താ ഹസൻഭായി വേണ്ടത്? ഈ നിലയിൽ വിട്ടിട്ട് പോവാന്ന് പറഞ്ഞാൽ മനസമാധാനം ഉണ്ടാവില്ല. അപ്പൂനോട് ചെയ്യണ തെറ്റാവും. ഇവിടെ ഈ സിറ്റി കഴിയുന്ന ഓരോ നിമിഷവും അവളുടെ വേദന കൂടുകയുള്ളൂ. അല്പം ആശ്വാസം കിട്ടാൻ, എല്ലാം മറക്കാൻ, ഒരു ശ്രമം നടത്താനെങ്കിലും ഒരു വീടുണ്ടായിരുന്നെങ്കിൽ, സ്നേഹം നൽകാൻ ബന്ധുക്കളുണ്ടായിരുന്നെങ്കിൽ, അക്കാര്യത്തിലും
അവൾ നിർഭാഗ്യവതിയാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഉണ്ണിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് അവളെ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കൂടെ? മനസ്സിൻ്റെ സമനില വീണ്ടെടുക്കാൻ അതിനേക്കാൾ നല്ല ഒരിടം ഞാൻ നോക്കിയിട്ട് വേറെ കാണുന്നില്ല. നന്ദ തയ്യാറാവെന്ന് വെച്ചാൽ ഞാനൊരുക്കാണ്. അവിടെ എല്ലാവർക്കും വലിയ സന്തോഷമാവും, അതുറപ്പാ. ഞാൻ സംസാരിക്കട്ടെ നന്ദയോട്? ഓ ആയിക്കോട്ടെ. എന്റെ കാര്യം കുറച്ച് ദിവസത്തേക്ക് ബോറ് തന്നെയായിരിക്കും. നീ ഇല്ലാതെ തനിച്ചിവിടെ. ഞാൻ ആലോചിക്കുക കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുത്ത് നാട്ടിലേക്ക് പോയാലോ എന്ന്. അല്ല, നീ എന്താ എങ്ങനെ നിൽക്കുന്നേ? ഉണ്ണി അസമ്പായും താഴെ വെയിറ്റ് ചെയ്യാ. ഇപ്പോ ഒരു കൺഫ്യൂഷൻ പോണോന്ന്. ആ, ഇതാ നിന്റെ കുഴപ്പം. നീ തന്നെയല്ലേ പറഞ്ഞത് ബാംഗ്ലൂരിന് എങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ, ഇല്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കുമെന്നൊക്കെ. ശരിയാണ്, പക്ഷേ വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്ന് എനിക്ക് അവിടെയും രക്ഷയുണ്ടാവില്ല എന്നുള്ളൊരു ചിന്ത. എന്തായാലും നിനക്ക് സ്നേഹം തരാൻ അവിടെ ഒരുപാട് പേരുണ്ട്, തിരിച്ച് നിനക്ക് സ്നേഹിക്കാനും. കൂട്ടിക്കൊണ്ടുപോന്നു. ഉപേക്ഷിച്ചിട്ട് പോരാൻ വയ്യാത്തൊരു. വരൂ മോളെ. നന്നായി. ലക്ഷ്മി, ആഹാ, ആരാത്? പാമോളെ. അവിടെ എല്ലാവർക്കും പേടി, എപ്പോഴാ എന്തെങ്കിലും കടുങ്കൈ കാണിക്കാന്ന്. എനിക്കിങ്ങനൊരു വഴിയേ തോന്നിയുള്ളൂ. നന്നായിടോ. അവൻ്റെ ആത്മാവിന് സന്തോഷമായിട്ടുണ്ടാവും. അത്ഭുതം തനിക്ക് ഇങ്ങനൊരു ബുദ്ധി തോന്നിയതില്ല. ഇത്തിരി വകതിരിയൊക്കെ കയ്യിലുണ്ട് അല്ലേ? പാവം കുട്ടി. ഇന്നലെ രാത്രിയും കൂടി ഞാൻ സ്വപ്നം കണ്ടു. നമ്മുടെ കൊളക്കടവ് പോലെ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്ന് കരയാ. എന്നിട്ട് പിറുപിറുങ്ങനെ പറയണുണ്ട്. അപ്പൂട്ടന്റെ കാര്യാ. പാവം. എന്തായാലും ഉണ്ണീട്ടൻ കൂടെ കൊണ്ടുവന്ന് നന്നായേ ഉള്ളൂ. ഭദ്ര കഴിയണതും കൂടെ ഉണ്ടാവണം. വെറുതെ ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാൻ ഇടം കൊടുക്കരുത്. പൂവ് ഞാനുമായിട്ടങ്ങ് ഇണങ്ങിക്കോളും. മുഖം കണ്ടാൽ അറിയില്ലേ, ഒരു സാധുവാ. ഇതെവിടെയാ വെക്കേണ്ടത്? അങ്ങോട്ട് വെച്ചോളൂ. എന്റെ അമ്മോ, ഒന്ന് സഹായിച്ചെന്റെ കുട്ടിയെ. അമ്മയും മുത്തച്ഛയും വലിയ സന്തോഷത്തിലാ. ആ കുട്ടിയെ മടിയിൽ ഇറക്കണില്ല എന്ന് പറയണാവും ശരി. അല്ല, ആ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത് വിവരം പറഞ്ഞു പോകും. അതിന്റെ ആവശ്യമുള്ളതായി ആരും പറഞ്ഞില്ല. ഒരു കണക്കിന് എന്തിനാ? ആള് ഫുൾ ടൈം ചൂടും പുറത്താന്നല്ലേ കേൾവി. എന്താ ചെയ്യാ, മനുഷ്യരുടെ ഓരോ കാര്യം. വൃത്തിയാക്കിയില്ലേ കുട്ടിയെ? കഴിഞ്ഞു. നീ ആ കുളിമുറിയിൽ വെള്ളം നിറച്ചിടെ. മോക്കൊന്ന് കുളിച്ച് ഈ വേഷമൊക്കെ ഒന്ന് മാറാലോ. ഇത് സ്വന്തം വീടായിട്ട് കരുതണം. അങ്ങനെ തോന്നി എല്ലാവരുമായിട്ട് ഇടപഴകുമ്പോഴേ മനസ്സിനൊരു മാറ്റം ഉണ്ടാവും. ഇനി തിരിച്ചു പോണോന്നും പറഞ്ഞ് ധൃതി കാണിച്ചാലാ എനിക്ക് പിടിക്കാഴിയ. വിടില്ല ഞാൻ കുറച്ചു കാലത്തേക്ക്. ഇല്ല, അമ്മ പറയണവരെ ഞാൻ പോവില്ല. ആ നാണുവേ, അടുക്കള ചെന്ന് ലക്ഷ്മിക്കുട്ടിയോടെ ഊണിനെന്താ വകാന്ന് അന്വേഷിക്കേ. എന്റെ കുട്ടിക്ക് ഇന്ന് രുചിയോടെ എന്തെങ്കിലും വിളമ്പി കൊടുക്കണം എനിക്ക്. ശരി. വല്യമ്മാവനെ അന്വേഷിച്ചു. ഭദ്രേ, എനിക്കൊന്ന് കാണിച്ചു തരോ നാരായണൻ ഉറങ്ങുന്ന സ്ഥലം? ദാ അടച്ചിട്ടിരിക്കണില്ലേ? ഇത് തന്നെ അപ്പോട്ടന്റെ മുറി. അവധിക്കൊക്കെ വരുമ്പോഴേ തുറക്കാറുള്ളൂ. ഞാൻ ചോദിച്ചത് ഇപ്പോഴുറങ്ങുന്ന സ്ഥലത്തെ കുറിച്ചാ. കാണണോ? വരൂ.
കുഴിവെട്ടി അടക്കിയതാ. മൂത്തോര് ജീവിച്ചിരിക്കുമ്പോ ദഹിപ്പിക്കാൻ പാടില്ലെന്നല്ലേ? ദേ, നമുക്ക് പോവാം. കരയാനായിരുന്നു എന്ന് വെച്ചാ ഞാനിവിടെ കൊണ്ടുവരില്ലായിരുന്നു. ഭദ്ര പോയിക്കോളൂ. ഞാൻ ഇനി കുറച്ചു നേരം ഇവിടെ ഇരിക്കണം. ചെല്ലു, ഞാൻ വന്നോളാം. പെട്ടെന്ന് വരണേ, അന്വേഷിക്കും. നരൻ, നരൻ, നന്ദ, എന്താ നന്ദ? ഞാൻ ഉണ്ണിയാണ്. സോറി. ഞാൻ സോറി ഉണ്ണി. വരൂ, വാ, വരൂ. എവിടെയായിരുന്നു? അവിടെ തെക്കേ കണ്ടത്തില്. എന്താ മോളെ ഇത്? എന്തിനാ ഇപ്പൊ അങ്ങോട്ടെല്ലാം പോയത്? മതി ഭദ്രേ. പറ്റില്ല. നല്ലോണം കൊണ്ടു നടത്താൻ ഉണ്ണേട്ടന്റെ അമ്മ എന്നെ ഏൽപ്പിച്ചിരിക്കുക. എല്ലാരും കൂടി എന്നെ കൊച്ചുകുട്ടിയാക്ക. അമ്മയും മുത്തശ്ശിയും ചെറിയമ്മയും. എനിക്കും അതെ, കൊച്ചുകുട്ടിയാ. വലിയ പഠിപ്പൊക്കെ ഉള്ള ആളാന്നറിയാം. എന്നാലും അനിയത്തി കുട്ടിയായിട്ട് അങ്ങനെ കരുതാവോ? അതോ അതേ പ്രസംഗാവോ? ഏടത്തി കുട്ടിയായിട്ട് തന്നെ കൂട്ടാം. ഇവിടെ ഇരിക്കൂ. ഞാൻ ഉറങ്ങിയിട്ട് എൻ്റെ അടുത്തുനിന്ന് പോവാം. ഓ, കിടന്നോളൂ. തിരുമധുരം തരും കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളർന്ന വഴിയിലൂടെ വരുമോ വസന്തം കൈക്കുടന്ന നിറയെ തിരുമധുരം തരും കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളർന്ന വഴിയിലൂടെ വരുമോ വസന്തം കൈക്കുടന്ന നിറയെ തിരുമധുരം തരും. ഉരുകും തേനൽ പാടം കടന്നെത്തുമീ രാത്തിങ്കളായി നീയുദിക്കേ. ഉരുകും തേനൽ പാടം കടന്നെത്തുമീ രാത്തിങ്കളായി നീയുദിക്കേ. കൈക്കുടന്ന നിറയെ തിരുമധുരം തരും കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടർന്ന വഴികൾ നീളെ വിളയും വസന്തം കൈക്കുടന്ന നിറയെ തിരുമധുരം തരും.
കീർത്തനം കൈക്കുടന്ന നിറയെ തിരുമധുരം തരും കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടർന്ന വഴിയിലൂടെ വരുമോ വസന്തം കൈക്കുടന്ന നിറയെ തിരുമധുരം തരും കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടർന്ന വഴികൾ നീളെ വിളയും വസന്തം കൈക്കുടന്ന നിറയെ തിരുമധുരം തരും. എന്താ വേണ്ടേ? എന്നെ പേടിപ്പിക്കാൻ നിക്ക. പോയിട്ട് ഒരുപാട് പണിയുണ്ട് കേട്ടോ. വല്യമ്മാവന് കുളിക്കാൻ ചൂടുവെള്ളം ഉണ്ടാക്കണം, ഉണ്ണേട്ടന്റെ അമ്മയ്ക്ക് മരുന്ന് കൊടുക്കണം, മുത്തശ്ശിയുടെ ദേഹം ഒന്ന് നനച്ചു പിഴിഞ്ഞ് തുടയ്ക്കണം. പിന്നെയുണ്ടപ്പ ഒരുപാട് പണികള്. ലക്ഷ്മിയടത്തേക്കാണെങ്കിൽ തീരെ വയ്യേനും. ഒന്നും മാറോ, ഈ പാവം അങ്ങോട്ട് പൊയ്ക്കോട്ടെ. ശരിക്കും പേടിച്ചുട്ടോ. ആരോടായിരുന്നു കാവനത് സംസാരം? എന്നെ പേടിപ്പിക്കാൻ നിക്കാന്നേ. ഇപ്പൊ കുറച്ചു ദിവസമായി തിരിയും കൊണ്ട് ചെല്ലുമ്പോ ഒരു വട്ടം ചുറ്റല്. ഇങ്ങനെ നിക്കും, തല പതുക്കെ ഇളക്കി. നിന്നോട് ഇഷ്ടം കൂടിയിട്ടാവും. ഇഷ്ടം മൂത്ത് മൂത്ത് ഒരു ദിവസം നിന്നെയും കുത്തി അങ്ങ് പറന്നു പോകും നാഗലോകത്തേക്ക്. എന്നാ പിന്നെ സുഖായി. നാഗരാജാവിന്റെ റാണിയായിട്ട് അങ്ങനെ കഴിയാലോ. എന്നാലേ മാണിക്യം പോയ സർപ്പത്തെ പോലെ ഞാൻ തല തല്ലി ചത്തുകളെ. ഇതാണോ മാണിക്യം? ഇത് വെറും വെള്ളാരങ്കല്ലല്ലേ? എന്നാലേ ഈ വെള്ളാരം കല്ലിന് മാണിക്യത്തെക്കാൾ മാറ്റുകൂടും. വിടൂ ഉണ്ണിയേട്ടാ, കാവിന്റെ അടുത്ത് വെച്ചുള്ള കളി വേണ്ട കേട്ടോ. പിന്നെ ഇത് എവിടെയെങ്കിലും വെച്ചൊന്ന് കാണിക്കണ്ടേ? ഭദ്ര അമ്മ വിളിക്കുന്നു. അടുക്കളയിൽ നിന്ന് വിളി തുടങ്ങി. ഉണ്ണേട്ടൻ കുളി കഴിഞ്ഞ് നിക്ക. ഇസ്തിരി ഇട്ട് കഴിഞ്ഞിട്ടുമില്ല. ഇങ്ങ് തരൂ, ഞാൻ ചെയ്യാം. അയ്യോ പാടാവും. ഇലക്ട്രിക്കിന്റെ പെട്ടിയല്ലേ ശീലം. കുഴപ്പമില്ല, ഞാൻ ഒന്ന് നോക്കട്ടെ. ഞാൻ ഇപ്പൊ വരാട്ടോ. ആരാ മോളെ കൊണ്ട് ഈ പണി ചെയ്യിക്കണേ? ആ കുട്ടി എവിടെ? ഭദ്രയ്ക്ക് അപ്പുറത്ത് തിരക്കുണ്ട്. ഉണ്ണിയേട്ടന് പുറത്തു പോണം. സൂക്ഷിക്കണം, കൈ പൊള്ളിക്കരുത് കേട്ടോ. എന്താ ഇത്? ഭദ്രയില്ലേ അവിടെ? ഭദ്രയ്ക്ക് എന്തൊക്കെയാ ജോലി? കുറെ ഞാനും ഷെയർ ചെയ്യാന്ന് വെച്ചു. കൂടാ റെഡി. ഇനി മുത്തശ്ശന് മൂർക്കാൻ വേണം അല്ലേ? അത് ഓക്കെ. അവിടെ നല്ല കോച്ചിങ് തന്നിരിക്കുന്നല്ലേ? ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയതാ. ഇപ്പൊ ഉണ്ണിയേട്ടന്റെ റൊട്ടീനൊക്കെ എനിക്കറിയാം. എന്താ ഇത്തിരി ബഹുമാനം തരാന്ന് കരുതിയത്? പേരിന്റെ കൂടെ ഒരു ഏട്ടൻ ചേർന്നിരിക്കണ്. അതിനൊരു ഭംഗിയുണ്ട്, ഉണ്ണിയേട്ടൻ വിളിക്കാൻ. എല്ലാം പെർഫെക്റ്റ്. മുറുക്കാൻ വരെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. നാണുവാരുടെ ഇൻസ്ട്രക്ഷൻ കിട്ടി അതുണ്ടാക്കാൻ. കിട്ടാതാവുമ്പോ പൊളിക്കുന്നാവോ? ഹേയ് ഇല്ല, ഒരു നുള്ളു നാക്കിൽ കിട്ടി. സ്വാദ് പിടിച്ചു പോയി. ഇതാ എങ്ങോട്ടാ യാത്ര? 4 കണ്ടത്തിൽ കൊയ്ത്ത് ബാക്കിയുള്ള നടക്കണു. അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. പിന്നെ ഉണ്ട് ചില ചില്ലറ കാര്യങ്ങൾ. ഞാനും വന്നോട്ടെ? എനിക്കിവിടെ അടങ്ങിയിരുന്ന് മടുത്തു. ആവാം. അപ്പുറത്തൊന്ന് പറഞ്ഞേക്കൂ. തിരക്കിയിട്ട് ആളെ കണ്ടില്ലാച്ചാ. ഭദ്രേ, ഞാൻ ഉണ്ണിയേട്ടന്റെ കൂടെ ഒന്ന് പുറത്തു പോവാ. പാടത്ത് കൊയ്ത്ത് നടക്കണടം വരെ അമ്മയോടോ ചെറിയമ്മയോടോ ഒന്ന് പറഞ്ഞേക്കൂ. ഒന്നോ നടക്കങ്ങോട്ട് വച്ചിട്ടുണ്ടോ എനിക്ക്? നന്ദമോൾ എവിടെ ലക്ഷ്മിക്കുട്ടിയെ? ഉണ്ണിയുടെ കൂടെ പാടത്തേക്ക് പോയത്രേ. ഓ, ഈ വെയിലത്ത് അയക്കുണ്ടായിരുന്നു. പാടത്തും തൊടിയിലൊക്കെ നടക്കാനുള്ള കൊതിയാ.
ആദ്യായിട്ടല്ലേ ഇതൊക്കെ കാണുന്നേ? ഇപ്പൊ ഇത്തിരി ഉത്സാഹമൊക്കെ വന്നിരിക്കുന്നു. പതുക്കെ കഴിഞ്ഞതൊക്കെ മറന്നു പോകുന്നുണ്ടാവും. ഉണ്ണിയുടെ ഒരു വർത്താനം പറച്ചിലും ഒക്കെയാ ഒന്ന് തെളിച്ചം വരുത്തിയെടുത്തത്. അതെ, ഉണ്ണിയുടെ ചുറ്റുവട്ടത്തുണ്ട് എപ്പോഴും. നീ എന്താ ചിരിച്ചേ? ഏയ് ഒന്നുമില്ല. എന്താ പറയണേ രണ്ടാളും? ഒന്നുമില്ലമ്മേ, നമുക്ക് അകത്തേക്ക് പോവാം. എന്താ എന്റെ മോളുടെ മുഖത്തൊരു വാട്ടം? വേണ്ട കേട്ടോ. എന്തു പറ്റി? ഒന്നുമില്ല. അല്ല, എന്തുകൊണ്ട് ഈ മുഖം കറുത്താലും വെളുത്താലും എനിക്ക് അറിഞ്ഞൂടെ? ഹാവൂ, ഈ തിരക്കിനിടയിലും എന്റെ മുഖം ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? നിന്റെ മുഖം ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മോളെ. അതെന്റെ ഉള്ളിൽ തന്നെ ഇല്ലേ? ആ വിശ്വാസം നിനക്കില്ലേ? എനിക്കങ്ങനെ ചില വിശ്വാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഉണ്ണീട്ടൻ തന്ന വിശ്വാസങ്ങള്. അതിൽ പിടിച്ചല്ലേ ഞാൻ ജീവിക്കണത്. ഇന്നലെ തൊട്ട് നടക്ക ഞാനൊരു വിവരം പറയാൻ. കാറൽ മണ്ണിന്നൊരു കത്ത് വന്നിരിക്കണു. അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞ് കരുണേട്ടൻ എഴുതിയതാ. എന്തിനാണെന്ന് എനിക്കറിയാം. പോയാല് കഴിഞ്ഞ കുറി അച്ഛമ്മയെ കാണാൻ ചെന്നപ്പോ അയാളുടെ കയ്യിൽ നിന്ന് എങ്ങനെയാ രക്ഷപ്പെട്ടു വന്നതെന്ന് എനിക്കേ അറിയൂ. ദുഷ്ട. ഒരിടത്തേക്ക് നിന്നെ ഞാൻ അയക്കില്ല. എന്നെന്താ ഈ രണ്ട് കൈക്കുള്ളിൽ ഇങ്ങനെ സൂക്ഷിക്കും. പിന്നെ എന്തിനാ എന്റെ മോളെ നീ പേടിക്കണേ? കുറ്റിപ്പുറത്തുനിന്ന് കുഞ്ഞൻ നായർ അയച്ചതാ. അയാൾ പണ്ട് ഉണ്ണിക്കൊരു ആലോചനയുടെ കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ ജാനുവിന്? ആ തഹസിൽദാരുടെ മോള്. അവരിപ്പോഴും കാത്തിരിക്കുക നമ്മുടെ ഒരു മറുപടിക്ക് വേണ്ടി. ഉടനെ നടത്തിയില്ലെങ്കിലും അവർക്കൊരു വാക്ക് മതിന്നാ. ഏട്ടനോട് ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അത് പാടുണ്ടോന്നറിയില്ല. ഉണ്ണിക്ക് നമ്മൾ വേറെ പെണ്ണ് അന്വേഷിക്കണോ? അപ്പൂന്റെ പെണ്ണായിട്ട് വരുമെന്ന് കരുതി നമ്മൾ. ഇനിയിപ്പോ ഉണ്ണിയുടേതായാലും നമുക്കൊരുപോലെ അല്ലേ? അതിപ്പോ ആ കുട്ടിയുടെ മനസ്സിലെന്താണെന്ന് അതിന് സമ്മതാവും. ഉണ്ണിയായിട്ട് ഇടപഴകണ കാണുമ്പോ അങ്ങനെ ഒരു വിശ്വാസം. അങ്ങനെ നടക്കച്ച അവന്റെ ഭാഗ്യ. അത്രയ്ക്ക് ഐശ്വര്യം ഉണ്ടാ കുട്ടിക്ക്. ആരത്? ബാംഗ്ലൂരിൽ നിന്നാണ്. പേര് ഹസൻ. നരേന്ദ്രന്റെ ഒരു... അറിയാം, ഹസൻ ഭായ്. അപ്പോ ഒരുപാട് പറഞ്ഞിരിക്കുന്നു. ഗംഗോത്രി എന്ന് പേരുള്ള ഒരു കഫ്തീരി നടത്തുന്ന ആള്. അപ്പോ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. അവനില്ലാതെ ഇങ്ങനെ കാണേണ്ടി വരുന്ന ദിവസം തിരിച്ചറിയാൻ നമ്മൾ ബുദ്ധിമുട്ടെന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നിരിക്കണം. വരിക, വാ മോളെ. ആ, ഒന്ന് വരണമെന്ന് കുറച്ചു കാലമായി വിചാരിക്കുന്നു. പിന്നെ നന്ദയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ഒരു... ഇപ്പൊ ആളാകെ മാറി. കളിയും ചിരിയെ കുറേശ്ശെ തിരിച്ചു കിട്ടിയിരിക്കണോ? മോള് വന്നില്ലേ കുട്ടിയെ? ഇല്ല, കുളന്തേവനടുത്ത് പോയിരിക്കുക ഉണ്ണേട്ടന്റെ കൂടെ. ഇപ്പൊ ഇവിടുത്തെ ഒരംഗത്തെ പോലെയാ. ആര് കണ്ടാലും അങ്ങനെ തോന്നും. നന്നായി. അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കും ഭയമായിരുന്നു അവൾ എന്താ കാണിക്കാന്ന്. പിന്നെ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ വേറൊരു മോഹം കൂടെ ഉണ്ട് ഇപ്പോ. അവളെ ഇനി ഇവിടുന്ന് എങ്ങോട്ടും പറഞ്ഞയക്കേണ്ടെന്ന ആഗ്രഹം. ഞങ്ങളുടെയൊക്കെ ഒരു കൊതിയാ. മോടെ മനസ്സിൽ എന്താണെന്ന് അറിയില്ല. ഉണ്ണിയെക്കൊണ്ട്
നരേന്ദ്രന്റെ നന്മയും വിശുദ്ധിയും ഈ ലോകം അർഹിക്കുന്നില്ല എന്ന് കരുതിയിട്ടാവണം സർവശക്തൻ അവനെ തിരിച്ചു വിളിച്ചത്. ഒരൊറ്റ ദുഃഖം മാത്രമേ അവിടെ അവനെ വേദനിപ്പിക്കുന്നുണ്ടാവൂ. അത് നന്ദയാണ്. അവൾക്കൊരു ജീവിതം വേണം. അവൾ അനാഥയായി പോകരുത്. ആ മനസ്സ് നിങ്ങൾ അറിഞ്ഞല്ലോ. അവളെ സ്വീകരിക്കാൻ ഈ വീടിനേക്കാൾ അർഹതയുള്ളൊരിടം വേറെ എവിടെയാ ഉള്ളത്? നന്നായി. അപ്പോ ഞങ്ങളുടെ പഴമനസ്സിൽ തോന്നിയത് പോഷ്കായില്ല. ഇല്ല, ഒരിക്കലുമില്ല. മോളുടെ ഒരു ഉത്തരം കിട്ടിയാൽ മതി, പിന്നെ ഞങ്ങൾക്കൊന്നും നോക്കാനില്ല. എന്താ മോളെ, സുഖമല്ലേ? അമ്മയും മുത്തശ്ശിയും വല്യമാവനെയൊക്കെ കിട്ടിയപ്പോ ഞങ്ങളെയൊക്കെ മറന്നുല്ലേ? വാ. സന്തോഷായി. നിങ്ങളെല്ലാവരും കൂടി അവൾക്ക് പുതിയൊരു ജന്മം കൊടുത്തല്ലോ. മനസ്സ് നിറയെ സന്തോഷായി. ബാംഗ്ലൂരിലേക്ക് തിരിച്ചു വരുന്ന കാര്യം എനിക്ക് ചിന്തിക്കാനേ വയ്യ വിമല. നരനില്ലാത്ത ആ സിറ്റി അതെനിക്ക് വേണ്ട. ഞാനിപ്പോൾ ഇവിടെ അനുഭവിക്കുന്ന ഒരു സേഫ്റ്റി, ഒരു പീസ്, അതൊരുപാടാണ്. വീണ്ടും ഒരു കുട്ടിക്കാലം തിരിച്ചു കിട്ടിയ പോലെ. അമ്മയുടെ മടിയിൽ നമുക്കെല്ലാം ഫീൽ ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി ഇല്ലേ? ഈ വീട് എനിക്കതാ തരുന്നത്. എത്ര നാളെന്ന് ഞാൻ ആലോചിക്കുന്നേ ഇല്ല. ചിലപ്പോൾ മരണം വരെ, അല്ലെങ്കിൽ ഈ വീട് വിട്ടിറങ്ങുന്നതായിരിക്കും എല്ലാ അർത്ഥത്തിലും എൻ്റെ മരണം. എനിക്ക് മനസ്സിലാവുന്നു നന്ദ. എനിക്കും ഹസൻ ബായിക്കും നിന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇപ്പൊ സന്തോഷമാണ്. അത് നീണ്ടു നിൽക്കണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. പിന്നെ ഈ വീട് നിന്നെ ഒരിക്കലും നഷ്ടപ്പെടാൻ തയ്യാറല്ലെന്നാ പറയുന്നത്. അമ്മയും വല്യമ്മാവനും അവരുടെ ഒരു ആഗ്രഹം പറഞ്ഞു. എനിക്കും തോന്നി അങ്ങനെ തന്നെയാ വേണ്ടത്. നീ എന്താ മീൻ ചെയ്യുന്ന? അവരെന്ത് പറഞ്ഞു എന്നാ? അവർക്ക് നിന്നെ ഉണ്ണിയും ഒന്നിച്ചു ചേർക്കാനാ പ്ലാൻ. വിമല, നീ എന്താ പറഞ്ഞത്? എന്താ വിമല, നിനക്കെല്ലാം അറിയാവുന്നതല്ലേ? നരന്റെ സ്ഥാനത്ത് അതെങ്ങനെ കഴിയും? മറ്റാരും അല്ലല്ലോ, ഉണ്ണിയല്ലേ എന്ന് കരുതി. കാഴ്ചയിലെ സാമ്യത്തിനപ്പുറത്ത് അവർ രണ്ടും രണ്ടല്ലേ? നോക്കൂട്ടി, നീ പെട്ടെന്നൊരു തീരുമാനത്തിലെത്തണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഈ വീട്ടിൽ നീ ഇപ്പൊ അനുഭവിക്കുന്ന മനസമാധാനവും സന്തോഷവും അതെന്നും നിലനിൽക്കാൻ പതുക്കെ സമയമെടുത്ത് നീ ചിന്തിച്ചു നോക്ക്. ഈ വീട്ടിലെല്ലാവരും നിന്റെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അല്ല, സമയം പോയി, പുറപ്പെടണ്ടേ? ഓ, ഞാൻ എല്ലാവരെയും കണ്ടെന്ന് യാത്ര പറഞ്ഞിട്ട് വരാം. ബാംഗ്ലൂരിൽ നിന്ന് എന്റെ കൂടെ വന്ന നന്ദയാണോ ഇത്? ഒരുപാട് മാറിയില്ലേ? ഉവ് പറഞ്ഞു. ഉണ്ണിയാണ് ഇതിന്റെ പുറകിലെന്ന് അമ്മ പറഞ്ഞു. ആ, ആ കൈയൊന്ന് കിട്ടു. എന്താ ഇത്? നരേന്ദ്രന് കൊടുത്ത സമ്മാനമാണ്. ഇനി അത് ഈ വിരലിൽ കിടക്കട്ടെ. ഞാൻ വിളിക്കാം നന്ദ. ഡാഡിയുടെ കാര്യം ഞാൻ മറക്കില്ല. പോയി കാണുക തന്നെ ചെയ്യാം. ഉണ്ണി, എന്റെ മോളെ നോക്കിക്കൊള്ളണം. നല്ല സ്നേഹമുള്ള മനുഷ്യൻ. അപ്പുവായിട്ടുള്ള ബന്ധം കൊണ്ടായിരിക്കണം. അതായത് കണ്ടോ, ഇതെനിക്ക് തന്നിട്ട് പോയി. അപ്പുവിനെ കൊടുത്തതായിരുന്നു അത്രേ. കിടക്കട്ടെ, അവന്റെ ഒരു ഓർമ്മയായിട്ട് വിരലിൽ കാണാമല്ലോ. അമ്മ അന്വേഷിച്ചെന്ന് പറഞ്ഞു. ഉവ്വ്, വരൂ മോളിരിക്കെ. നോക്ക്, അപ്പോ ഉണ്ണി. ഒന്നിനെ അങ്ങ് നേരത്തെ കൊണ്ടുപോകുന്നുള്ളത് കൊണ്ടായിരിക്കാം ഭഗവാൻ ഇങ്ങനെ രണ്ടാളെ ഒരേപോലെ സൃഷ്ടിച്ചത്. പക്ഷെ എനിക്ക് രണ്ടാളെ ഒന്നായിട്ടേ തോന്നിയിട്ടുള്ളൂ. അപ്പൂന് തരാൻ പറ്റാതായി പോയ സന്തോഷം കൂടി ഇനി ഉണ്ണിയുടേന്ന് കിട്ടുമെന്നൊരാശ.
അതൊക്കെ ഓർത്തിട്ടാ അമ്മയുടെയും മറ്റുള്ളവരുടെയും മനസ്സിൽ ഇങ്ങനെ ഒരു മോഹം തോന്നിയത്. ഡോക്ടർ മോള് പറഞ്ഞില്ലേ? അമ്മേ, അത് ഉണ്ണിയേട്ടൻ ഉണ്ണിക്ക് ഇഷ്ടാവില്ലെന്നാ മോള് പറയുന്നേ? നല്ല കഥ. അവന്റെ കാര്യത്തിൽ എനിക്ക് വിശ്വാസ. അമ്മേ, അതല്ല, എനിക്കത് കഴിയില്ല. എന്താ മോളെ? അത് അമ്മേ, മനസ്സില് മോൾക്ക് വെച്ചിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്. അവിടെ വേറെ ആരെയും സങ്കല്പിക്കാൻ കഴിയില്ല. മറുത്തൊന്നും പറയരുത്. ഈ വീടിന് വിളക്കായി നീ എന്നും ഇവിടെ വേണം. എന്താ അമ്മയും മോളും കൂടി ഒരു സ്വകാര്യം? ഞാൻ മോളോട് പറയായിരുന്നു ഉണ്ണിയുടെ കാര്യം. ആഹാ, അതിന് സമയം എത്ര കിടക്കുന്നു? ഈ ജാനുവേട്ടത്തിക്ക് എന്തിനും ധൃതിയാ. അതിന് നന്ദ എവിടെങ്കിലും പോകുന്നു ഇത്രയും തിരക്കൂട്ടാൻ? ജാനുവേട്ടത്തിയെ വലിയേട്ട അന്വേഷിക്കുന്നുണ്ടായിരുന്നു. മോളെന്നവിടെ തനിച്ചിരിക്കണേ? ഇരുന്നോളൂ. വേണ്ട. അവളൊരു പാവാ. ജാനുവേ, എന്തെങ്കിലും ഇത്തിരി മതി മനസ്സ് കലങ്ങാൻ. ഇനിയിപ്പോ ഉണ്ണി ഒരുത്തനല്ല അവൾ പ്രതീക്ഷകൾ മുഴുവൻ വെച്ചിരിക്കുന്നത്. അവനൊരു വിവാഹം കഴിച്ച് ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് കഴിയുന്നത് കാണാനാ അവൾ ജീവിച്ചിരിക്കുന്നത് തന്നെ. മോളെ കണ്ടിട്ടാണ് ഈ ആശകളെല്ലാം. വല്യമ്മാവ, മോഹിക്കുമ്പോഴൊന്നും നടക്കില്ല എന്നൊരു തോന്നലുണ്ടായാൽ മതി അവൾ തകരാൻ. അത് താങ്ങാനുള്ള ശക്തി എനിക്കുമില്ല. മോക്ക് മനസ്സുകൊണ്ട് ഇങ്ങനൊരു കാര്യവുമായി പൊരുത്തപ്പെടാൻ ഇത്തിരി സമയമെടുക്കുമെന്ന് എനിക്കറിയാം. എന്നാലും അവിടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ പറയാണ്, അതില് തെറ്റൊന്നുമില്ല. സമ്മതം എന്നൊരു വാക്ക് മതി. അപ്പുവിനെ ഓർത്ത് ഇന്നും കണ്ണീരൊഴുക്കുന്നവർക്ക് കണ്ണടയുന്ന കാലം വരെ മനസ്സമാധാനം ഉണ്ടാവും. എനിക്കറിയാം ആരെയും വേദനിപ്പിക്കാൻ എൻ്റെ മോക്കാവില്ല. എനിക്കറിയാം. വിമല, നീ അടക്കം എല്ലാവരും എന്താണ് എന്നോട് ആവശ്യപ്പെടുന്നത്? നരന്റെ സ്ഥാനത്ത് ഞാൻ മറ്റൊരാള്? ഇല്ല, എനിക്ക് കഴിയില്ല വിമല. പക്ഷേ ഒരു സത്യം ഞാൻ നിഷേധിക്കുന്നില്ല. ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത് ഉണ്ണിയേട്ടൻ്റെ മുഖം, ആ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. നരനെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നത് ആ മുഖം ചൂണ്ടിക്കാണിച്ചിട്ടാണ്. അത് നഷ്ടപ്പെടാൻ ഞാൻ തയ്യാറല്ല. ഈ വീട്ടിൽ എന്നും കഴിയാൻ എന്നെ അനുവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതിനാണ്. പക്ഷേ അതിന് നിങ്ങളെല്ലാം പറയുന്ന ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. എനിക്കറിയില്ല. ഞാൻ കൺഫ്യൂസ്ഡ് ആവുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
ജാനുവേ, ഇത് മോളുടെ കഴുത്തിൽ ഒന്നിട്ട് കൊടുത്തേ. സന്തോഷായി എനിക്ക്. അപ്പൂന്റെ ഉണ്ണിയുടെയും ഭാര്യമാരായി വരുന്ന കുട്ടികൾക്ക് വേണ്ടി അമ്മ സൂക്ഷിച്ചു വെച്ചിരുന്നതാ 2 കാശുമാല. അതിലൊന്നും നന്ദമോളുടെ കഴുത്തിൽ ചേരണമെന്ന് തന്നെയാ വിധി. ഇനിയുള്ള ഒരു മാല ഉണ്ണി ഇവളും കൂടെ ഒരു പെൺകുഞ്ഞിനെ എന്റെ കൈ തരുമ്പം അവൾക്ക് കൊടുക്കാനുള്ളതാ. എന്നിട്ടേ എന്റെ കണ്ണടയും. ഇതെന്താ ഇത്? ഒരു നിമിഷം ഞാൻ പകച്ചു. മച്ചിലിരിക്കുന്ന ഭഗവതി ഇറങ്ങി വന്നാണെന്ന് വിചാരിച്ചു. ശ്രീത്വം എന്ന് പറയണത് മുഖത്തുനിന്ന് കോരിയെടുക്കാം. ഒന്ന് തൊഴുതോട്ടെ ദേവിയെ. താൻ എന്നും ഇങ്ങനെ നടന്നാ മതിയോ? വയസ്സിപ്പോ എത്ര ആയി? തന്റെ വിവാഹം വൈകാണ്ട് നടത്തണമെന്നാ ഞങ്ങളുടെ തീരുമാനം. മനസ്സിലാവണുണ്ടോ? പക്ഷെ അതിനൊക്കെ സമയമുണ്ടല്ലോ. എപ്പോ? മൂക്കിൽ പല്ലിറങ്ങിട്ടോ? അതോ ഞങ്ങളൊക്കെ അങ്ങ് പരലോകത്ത് ചെന്നിട്ടോ? മറുത്തൊന്നും പറയണ്ട, ഞങ്ങളത് അങ്ങോട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. പെൺകുട്ടി വേറെ ആരുമല്ല, നമ്മുടെ നന്ദ തന്നെ. അതെങ്ങനെയാ കുട്ടി? അതിന്റെ തെറ്റ് ശരിയൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. അല്ലെങ്കിൽ ഇപ്പൊ തെറ്റായിട്ടെന്താ ഉള്ളത്? അപ്പൂന്റെ വിധവയൊന്നുമല്ല അവള്. തന്നെ പോലൊരു നാടനെ കല്യാണം കഴിക്കാൻ ആ കുട്ടി എതിർപ്പൊന്നും കാണിച്ചില്ല എന്നുള്ളത് തന്നെ വലിയ കാര്യം. ഞാനിപ്പോ അങ്ങോട്ട് ചെല്ലുക. ഇനിയൊക്കെ സമയമാകുമ്പോ ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. തനിക്കൊരു വിവാഹം എന്നുള്ളത് കൂടുതല് ആ കുട്ടിയെ രക്ഷിക്കുക എന്നുള്ളതാ നമ്മൾ ചെയ്യുന്നത്. അത് തന്റെ കൂടപ്പുറപ്പിനുള്ള കടമയാണെന്ന് കൂടി കരുതിക്കോളൂ. നിനക്ക് എന്താ കുട്ടിയെ ഭ്രാന്തുണ്ടോ? ഞാൻ ഇതിന് തിരയാൻ സ്ഥലം ബാക്കിയില്ല. ഒടുക്കം നോക്കുമ്പോഴല്ലേ കുളിപ്പറയിൽ ഒന്നിരുന്ന് നിലവിളിക്കുന്നു. എന്താന്ന് ചോദിച്ചിട്ട് മിണ്ടുന്നില്ല. നടക്ക. പ്രായമായ പെണ്ണാണെന്ന് വിചാരമില്ല. ഉണ്ണി, നീ എന്തായി പറയണേ? ഞങ്ങളെല്ലാം ഇത്ര ആശിച്ച് അവളെ ഒരു വിധത്തിൽ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് കൊടുക്ക നിനക്ക് വയ്യാന്ന് പറഞ്ഞ? എനിക്ക് ആ കുട്ടി അങ്ങനെ കാണാൻ കഴിയില്ല. അതെന്താ അമ്മ മനസ്സിലാക്കാത്ത? അങ്ങനെ മനസ്സിൽ തോന്നിയെന്ന് പോലും അറിഞ്ഞ അപ്പൂന്റെ ആത്മാവ് പൊറുക്കുവോ നമ്മളോട്? അവൻ ഇഷ്ടാവേ ഉള്ളൂ. അവക്കൊരു ജീവിതം കൊടുക്കുകയല്ലേ. അത് നടക്കില്ല അമ്മേ. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയേണ്ടത്. കാരണമുണ്ട്, ഒരുപാട് കാരണമുണ്ട്. ഉണ്ണി പറയേ, എന്താ നിന്റെ മനസ്സില്? നീ ഇങ്ങനെ അറുത്തു മുറിച്ചങ്ങ് പറയാൻ? അമ്മേ, ഞാൻ മോഹം കൊടുത്ത് എന്നെ മാത്രം വിശ്വസിച്ച് കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് അവളുമായിട്ടേ ഉണ്ടാവൂ. ആരാത്? പറയൂ ഉണ്ണി. ഭദ്ര. എന്താ എന്താ നീ പറഞ്ഞേ? സത്യമാണ് അമ്മേ, എനിക്ക് അവളെ ചതിക്കാൻ കഴിയില്ല. എന്റെ ദേവി, ഇക്കാരം പറയാ നീ? ബാല്യക്കാരി പെണ്ണിനെ കല്യാണം കഴിച്ച എല്ലാവരുടെയും മുഖത്ത് കരിവാരി തേക്കാനാ നിന്റെ ഭാവം? നടക്കില്ല ഉണ്ണി, നടക്കില്ല. അമ്മേ, എല്ലാം എനിക്കറിയാം. പക്ഷെ തറവാന്റെ സൽപ്പേരിനേക്കാളും ആരുടെ അഭിമാനത്തെക്കാളും എനിക്കിപ്പോ കാര്യം ആ പാവം പെൺകുട്ടിയുടെ ജീവിതമാണ്. ഓർക്കാൻ വയ്യാത്ത നാണക്കേടായി തോന്നുകയാണെങ്കിൽ ഞാൻ അവളെ വിളിച്ചോണ്ട് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. പാല് തന്ന കൈക്ക് തന്നെ കൊത്തിയല്ലടി. സകലരെയും മാനം കെടുത്താനായിട്ട് ഒരുമിട്ട് ഇറങ്ങിയിരിക്കാ നീ. മിണ്ടണ്ട, കൊത്തി അരിയാനുള്ള കലി കയറുന്നുണ്ട് എനിക്ക്. ചെല്ല്, അകത്തോട്ട് വിളിക്കണ്ട്. അങ്ങോട്ട് ചെല്ലാൻ. എന്താ കുട്ടിയെ കേക്കണേ? മുഖത്ത് നോക്കടി, ആശ്രീകരം. നിക്കണത് കണ്ടില്ലേ? കഴിഞ്ഞതൊക്കെ മറന്നുവല്ലേ? വയറ് നിറച്ച് 3 നേരം ആഹാരവും എണ്ണയും തുണിയും എന്താ വേണ്ടെന്ന് വെച്ചാ അതെല്ലാം
അങ്ങനെ വളർത്തി ആളാക്കിയതിനെ കാണിച്ച് നന്ദിയായത്. ഒരു ബാല്യക്കാരുടെ നിലയ്ക്ക് കാണാതെ അകത്തും പുറത്തും സ്വാതന്ത്ര്യം തന്നപ്പോ നീ എന്താ കരുതിയത്? കാളൂർക്കാരുടെ ഒപ്പത്തിനെത്തിയെന്നോ? ഇതെന്നു തൊട്ടാടി തുടങ്ങിയത്? വാ തുറക്കടി അസത്തെ. അവളുടെ ഒരു പൂതി. നിന്നെ ഞാൻ വാഴിക്കാൻ മരുമോളായിട്ട്. പതുക്കെ നിലവിളിച്ച് ഒച്ച കൂട്ടിട്ട് ഇനി ആ കുട്ടിയുടെ കാതിൽ എത്തണ്ട. പാവം മോള് ഒന്നും അറിയാണ്ട് എന്ത് സന്തോഷിച്ചാ നടക്കണെന്നറിയാവോ? എല്ലാം നശിപ്പിച്ചില്ലേ ലക്ഷണം കെട്ടവള്. ഉണ്ണിയോട് ഇനി മിണ്ടുന്നത് കണ്ടാലുണ്ടല്ലോ ഓടിയപ്പുറത്ത്. വലിയേട്ടനോടൊന്ന് ചോദിക്കട്ടെ ഇനിയിപ്പൊ എന്താ വേണ്ടെന്ന്. പുറത്ത് നാലാളറിഞ്ഞിട്ട് ചിരിക്കാൻ വകയുള്ളൊരു പോക്കണം കേട് കാളൂർ തറവാട്ടിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാവാൻ എന്റെ ജീവനുള്ള കാലത്തോളം ഞാൻ അനുവദിക്കില്ല. ചവിട്ടി പുറത്താക്കേണ്ട സമയം കഴിഞ്ഞ മുദേവിയെ. എന്താടോ മിടിച്ചു നിൽക്കണേ? താൻ ഒരുത്തനായിട്ട് ഉണ്ടാക്കി വെച്ചതാ ഇതെല്ലാം. എന്താ വേണ്ടെച്ച പറയാ. അതിനെ വിളിച്ച് പുറത്തിറക്കി പടിയടയ്ക്കണോ? അങ്ങനെ ചെയ്യാം. പക്ഷേ കൂടെ ഉണ്ണിയും കൂടി പോവില്ല എന്ന് എന്താ ഉറപ്പ്? കാലിയാൻ തല്ലി ഓടിക്കും. എന്റെ സ്വഭാവം ശരിക്കും അറിയാം. ഉണ്ണി ചെറിയ കുട്ടിയൊന്നും അല്ല. എന്നുവെച്ച് എന്ത് ധിക്കാരമാകാന്നോ? ആ കുട്ടിയെ കെട്ടാൻ അവന് ഇഷ്ടമല്ല. അച്ഛാ വേണ്ട, നിർബന്ധിക്കണില്ലല്ലോ. പകരം ബാല്യക്കാരുടെ കൂടെ പൊറുക്കാനാണ് ഭാവമെങ്കിൽ നടക്കില്ല. നാടുവോ നടത്തില്ല. പേടി വല്ല കൈവിഷം കൊടുത്ത് മയക്കിയോ ചെക്കനെന്ന്. ഇവറ്റയൊക്കെ ചെയ്യും. പിടികിട്ടിയാ പുളിങ്ങമ്മല്ലേ. ആ വള്ളിക്കാട്ടെ പണി. എന്താമ്മേ എല്ലാറ്റും മുഖത്ത് എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ. ഒന്നുമില്ല മോളെ. നീ ഇങ്ങനെ കണ്ണീര് ഒലിപ്പിച്ചിരുന്നിട്ടെന്താ? നേരത്തെ ആലോചിക്കണ്ടായിരുന്നോ? നടക്കാത്ത മോഹങ്ങൾ മനസ്സിൽ കുരുത്തു തുടങ്ങുമ്പോഴേ നുള്ളിക്കളയണം. വലിയ വീടുകളിലൊക്കെ പണിക്ക് നിൽക്കുമ്പോ അവിടുത്തെ ആൺകുട്ടികൾ ചിലപ്പോ ഇഷ്ടാണ്, കല്യാണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞെന്ന് വരും. അത് കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കാന്ന് വെച്ചാ ഉണ്ണിയുടെ മനസ്സിൽ ദുഷ്ടവിചാരം ഒന്നും ഇല്ലായിരുന്നുണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. എല്ലാം അങ്ങോട്ട് മറന്നിട്ട് എവിടെ ആയാലും മാനം മര്യാദയ്ക്ക് കഴിയാൻ നോക്ക്. ദാ കണക്കൊന്നും നോക്കിയിട്ടില്ല. ഇനി നോക്കിയാലും കൂടുതലേ കാണും. ദാ ഇത്തിരി പഴയതാണെങ്കിലും നിനക്ക് കുറച്ചായാലും കൊടുക്കാം. ഇതിന്റെ ഒരു ചൂടും പോകെ അടങ്ങിട്ടേ നീ ഇടയ്ക്ക് ഇതിലേ വാ. ഞാൻ വലിയേട്ടനോട് പറഞ്ഞേ എന്തെങ്കിലും മേടിച്ചു തരാം. ഭദ്രേ, ഭദ്ര പോവാന്ന് പറയുന്നു. എന്തേ പെട്ടെന്ന്? എന്താ ഇവിടെ നടക്കുന്നത്? ചോദിച്ചിട്ട് ആരും ഒന്നും പറയുന്നില്ല. എന്താ ഭദ്രേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്നും മുടക്കം വരാണ്ട് നിങ്ങൾക്ക് തിരി തെളിയിക്കണം. ഞാൻ ഇന്ന് എല്ലാവരുടെ മുമ്പിൽ ഒരു ദുശകുന. ആർക്കും വേണ്ട എന്നെ. ഞാൻ മരിച്ചാലേ ഈ വീട്ടിലൊരു സമാധാനം കിട്ടുള്ളൂ. എനിക്ക് വേണ്ട, എനിക്ക് മതിയായി ജീവിതം. എന്നെ കൊത്തിയെടുത്തോളൂ നാഗത്താന്മാരെ, കൊത്തിയെടുത്തോളൂ. എന്തായി പറയണേ? അതെ, കാവിന്റെ അകത്ത് ബോധമില്ലാണ്ട് കിടക്കണതാ കണ്ടത്. കയ്യിലൊരു കൊത്തുണ്ട്. അതിരേ, അതിരേ, വല്യമ്മാമ എവിടെ? വലിയേട്ടൻ പൂജാമുറിയില്ല. ഇനിയിപ്പോ പൂജ കഴിഞ്ഞിട്ടല്ലേ വന്ന് നോക്കൂ. ഇവൾ ഈ നില കിടക്കുമ്പോഴാണോ പൂജ? സമയം തെറ്റിയിട്ട് എന്തെങ്കിലും സംഭവിച്ചാലോ? ഞാൻ വിളിക്കാം വല്യമ്മാമേ. വല്യമ്മാമ, 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 ദയവ് ചെയ്ത് കഥ ഓർക്കൂ.
ഇല്ലെങ്കിൽ ഭദ്ര അവള് മരിച്ചു പോകും. വല്യമ്മ കഥക് തുറക്കാൻ. വല്യമ്മ ഉണ്ണി വല്യമ്മ എന്താ ഇത്? നീ ഇങ്ങനെ ബഹളം കൂട്ടേണ്ട കാര്യമില്ല. ഏട്ടൻ പൂജ കഴിഞ്ഞ് വരട്ടെ. ഇത് പൂജയൊന്നുമല്ല അമ്മേ, അവളുടെ ജീവൻ കുരുതി കൊടുക്കുക. നിങ്ങളുടെയൊക്കെ മനസ്സിൽ ആഗ്രഹം നടക്കില്ല എന്നറിഞ്ഞപ്പോ അവളെ കൊന്നെങ്കിലും തൃപ്തി അടയാ, അതല്ലേ മനസ്സില്. ഭദ്രയ്ക്കൊന്നും പറ്റില്ല ഉണ്ണേട്ടാ. അതെ, ഞാൻ കണ്ടല്ലോ വിഷം കയറി നീലിച്ച് കിടക്കണ. എന്റെ ഹൃദയം തുറന്നെടുത്തിട്ട് ആശ്വസിപ്പിക്കാൻ വന്നിരിക്കുക. നീയാണ് ഇതിനെല്ലാം കാരണം. നിന്നെ കണ്ടിട്ട് ഇവരുടെ മനസ്സിലുണ്ടായ ഒരു വിഡ്ഢിത്തം, അതിന്റെ ഫലം ഇപ്പൊ അവൾ അനുഭവിക്കുന്നത്. വാ വാ എന്റെ കൂടെ. ഉണ്ണി നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എല്ലാരും കൂടെ അങ്ങനെ ആക്കിയില്ലേ? വാ എന്റെ കൂടെ. ഈ മുറിയില് ദാ ഇപ്പോഴും അപ്പുവിന്റെ ശ്വാസം തങ്ങി നിൽക്കുന്നുണ്ട്. എന്റെ മനസ്സിൽ അപ്പു ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ എനിക്ക് എങ്ങനെ നന്ദ നിന്നെ എന്റെ ഭാര്യയാക്കാനാവും? എന്റെ 12 മിനിറ്റിന് മൂത്ത ഏട്ടത്തെ അമ്മയെന്ന് വിളിക്കണമെന്നാ പാവ എന്നെ പറഞ്ഞേൽപ്പിച്ചിരുന്നത്. അപ്പുവിന്റെ സ്ഥാനത്ത് എന്നെ കാണാൻ നന്ദയ്ക്ക് എങ്ങനെ കഴിയും? നന്ദ സ്നേഹിച്ചത് അവന്റെ രൂപത്തിനെയായിരുന്നു. അതിനുള്ളിലുള്ള അവനെയല്ലേ. ആ അവനിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം നന്ദയ്ക്ക് മറക്കാൻ എളുപ്പമാണോ? ഇനി എന്നോടൊന്നും പറയരുത്. അപ്പോ അവളെ വേദനിപ്പിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കണം. വലിയമ്മാവ കഥ തുറക്കൂ പ്ലീസ്. പ്ലീസ് വലിയമ്മാവ കഥ തുറക്കൂ പ്ലീസ്. വലിയമ്മാവ പ്ലീസ് കഥ തുറക്കൂ പ്ലീസ്. വലിയമ്മാവ ഭദ്രയെ രക്ഷിക്കണം. അവക്കൊന്നും സംഭവിക്കരുത്. അവളെ രക്ഷിക്കണം വലിയമ്മാവ പ്ലീസ്. മോളെ അവക്കൊന്നും സംഭവിക്കരുത് വലിയമ്മാവ. അതെ, നസ്യം ചെയ്യണോ? എല്ലാം എന്റെ കൈയെത്തുന്ന ദൂരത്ത് വേണം. എല്ലാം തയ്യാറാ. കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. നേരം മുളക്കുന്നവരെ നമുക്ക് കാക്കാം.
ഇല്ല മോളെ, കണ്ണ് ചിമ്മാതെ ഞാൻ കാവലുണ്ടാവും. നിന്നെ കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കില്ല. ഇതാ എന്റെ ജീവൻ ഞാനിവിടെ ചേർത്ത് വയ്ക്കുന്നു. മരണം വരികയാണെങ്കിൽ നമ്മൾ ഒരുമിച്ചേ പോകൂ. നരൻ, എനിക്കിത് കാണാൻ വയ്യ നരൻ. താഴത്തളത്തില് ഒന്നിന്റെ കൂടെ ചേർന്ന് പോകാൻ മറ്റൊരു ജീവൻ കൂടി തയ്യാറെടുക്കുകയാണ്. ദൈവങ്ങളുടെ ലോകത്തിലാണ് നരൻ ഇപ്പോൾ ഉള്ളതെങ്കിൽ അവരോട് പറയൂ അരുതെന്ന്. ഭദ്രയ്ക്ക് പകരം മറ്റൊരു ജീവൻ മതിയെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട്. ഒരു നിമിഷം നരനെ മറന്ന് ജീവിതത്തെ സ്നേഹിച്ചു പോയി കുറ്റവുമായി ഞാൻ ഇവിടെ ഉണ്ട്. എന്ത് ശിക്ഷ ഏൽക്കാം, എന്ത് പ്രായശ്ചിത്തം ചെയ്യാം? പകരം ഞാൻ ഒന്നേ ആവശ്യപ്പെടുന്നുള്ളൂ, ഭദ്രയുടെ ജീവൻ. എന്നെ ദേവി നീ രക്ഷിച്ചു. എന്റെ കാവിലമ്മേ, മോളെ നന്ദ എവിടെ? ലക്ഷ്മിക്കുട്ടി, നന്ദമോളെ ഒന്ന് വിളിക്കേ. നന്ദമോളെ, മോളെ. ഞങ്ങള് കാണിച്ച തെറ്റിന് ഇത്രയും വലിയ ശിക്ഷ വേണ്ടിയിരുന്നില്ല മോളെ. ജാനുവരി, നന്ദമോളെ എവിടെയെങ്കിലും കാണുന്നില്ല. ജാനുവേ, ഒന്ന് പോയി നോക്കേ. നന്ദമോളെ, മോളെ, നന്ദമോളെ, ഇത് ഞാനാ. കഥവ് തുറക്ക. എന്താ ലക്ഷ്മിക്കുട്ടി? നന്ദമോളെ അപ്പുവിന്റെ മുറിയിലുണ്ടെന്ന് തോന്നുന്നു. കഥവ് തുറക്കുന്നില്ല. മോളെ, മോളെ, അമ്മയെ വിളിക്കണേ. ഭദ്ര കണ്ണു തുറന്നു, കഥവ് തുറക്കേ. ജാനുവരി, ഉണ്ണിയേ, നീ ഒന്നിങ്ങോട്ട് വന്നേ. എന്താ നന്ദമോള് കഥവ് തുറക്കണില്ല. മോളെ, നന്ദമോളെ, മോളെ, ഉണ്ണി, നീ എന്താടാ ഇങ്ങനെ തുറച്ചു നോക്കുന്ന കിഴങ്ങ? എടാ ഞാൻ അപ്പോടാ. നീ നന്ദയെ തിരക്കണ്ട, ഞാൻ അവളെ കൊണ്ടുപോവാ. ഏത് ലോകത്തായാലും അവളില്ലാതെ എനിക്ക് വയ്യടാ. ദാ അവള് വരുന്നു. എന്റെ പൊന്നു മോളെ.